മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം 11:30 മാറ്റിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്ക് മീഡിയ റൂമിലാണ് വാർത്താ സമ്മേളനം 11:30. നേരത്തെ അത് 11 എന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഈ മാറ്റം മന്ത്രിസഭാ യോഗം തുടരുന്നത് കൊണ്ടാണോ, അത് കഴിയാത്തത് കൊണ്ടാണോ? തീർച്ചയായും ശരത്ത് 11 മണിക്കാണ് വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ മന്ത്രിസഭായോഗം പുരോഗമിക്കുകയാണ്. 10 മണിക്ക് ശേഷമാണ് മന്ത്രിസഭായോഗം ആരംഭിച്ചത്. മന്ത്രിസഭായോഗം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 11:30 വാർത്താ സമ്മേളനം മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 11:30 കൃത്യമായി തന്നെ വാർത്താ സമ്മേളനം തുടങ്ങും എന്നുള്ളതാണ് നിലവിലിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോഴേക്കും മന്ത്രിസഭായോഗം പൂർത്തിയാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഏതായാലും നിർണായകമായ വാർത്താ സമ്മേളനമാണ്. നിരവധി വിഷയങ്ങളിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, നിലവിൽ ADGPക്കെതിരായ അന്വേഷണം അത് അൻവർ പരാതി രേഖാമൂലം മുഖ്യമന്ത്രിക്ക് നൽകുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതും ഒരു പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. 1 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുക എന്നുള്ളൊരു നിർദ്ദേശം തന്നെയായിരുന്നു മുഖ്യമന്ത്രി അന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് റിപ്പോർട്ട് നൽകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ, അതിനുശേഷമുള്ള അതിൽ സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ എന്നിവയെല്ലാം തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ ADGP DGPക്ക് കൈമാറിയിരുന്നു. DGP അത് മുഖ്യമന്ത്രിക്കും കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി എന്താണ് സ്വീകരിക്കുക എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. നേരത്തെ തന്നെ ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് അത് വലിയ തോതിൽ വിവാദമാക്കാനുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്നായി നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദു അതിൽ ഖേദപ്രകടനമടക്കം നടത്തിയിരുന്നു. പക്ഷേ ആ PR ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉയർത്തി ഒരു വിഭാഗം മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അതിനെ ഏറ്റെടുത്ത് വലിയ തോതിൽ വിവാദമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും പല കോണിൽ നിന്നായി നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലുമുള്ള മറുപടി ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഉറപ്പായും മാധ്യമപ്രവർത്തകർ ഈ വിഷയങ്ങളെല്ലാം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ വാർത്താ സമ്മേളനം ഏകദേശം സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം 1 മണിക്കൂർ എന്നുള്ളതായിരുന്നു ഒരു സമയക്രമം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നും അപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് ഏകദേശം 1.5 മണിക്കൂറിലധികം നീളുന്ന ഒരു വാർത്താ സമ്മേളനം എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ വാർത്താ സമ്മേളനം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്താ സമ്മേളനത്തിലും എല്ലാ വിഷയങ്ങൾക്കും ഉള്ള മറുപടി പറഞ്ഞു തന്നെയായിരിക്കും മുഖ്യമന്ത്രി മുന്നോട്ട് പോകുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. പ്രത്യേകിച്ചും നാളെ ഇപ്പോൾ നിയമസഭാ സമ്മേളനം അടക്കം തുടങ്ങാനിരിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത കൈവരിക്കുക, ജനങ്ങൾക്കുൾപ്പെടെ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരത്ത്.